സ്റ്റാൻഡേർഡ് 8ലെ ചാപ്റ്റർ 8 അതിലെ പാർട്ട് 3 മേക്കിംഗ് ജിയോമെട്രി ലേണിംഗ് ഫൺ എന്ന പാർട്ടിലെ പ്രാക്ടിക്കൽസ് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ജിയോജിബ്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ലൈക്ക് ജിയോജിബ്ര ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ടീച്ചിങ് ആൻഡ് പ്രസൻറ്റിംഗ് ജിയോമെട്രിക് കൺസെപ്റ്റ്സ് ഇൻ ജിയോമെട്രി സ്റ്റഡീസ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഷേപ്പ് in the given designs 3 circles of equal size are arranged inside another circle. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലൊരു പോളിഗൺ ഡ്രോ ചെയ്യാനാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഷോ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്തു. ഇവിടെ ജിയോജിബ്ര എന്ന് കൊടുക്കുന്നു. ജിയോജിബ്ര എന്നുള്ളതിൽ ജിയോജിബ്ര സെലക്ട് ചെയ്തു. ഇതിൽ നമുക്കിവിടെ വന്നിരിക്കുന്ന ആൽജിബ്ര എന്നുള്ളത് ക്ലോസ് ചെയ്യുന്നു. അതുപോലെ ഇവിടെയുള്ള ഷോ ഓർ ഹൈഡ് ദ ആക്സസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അതേപോലെ തന്നെ ഷോ ഓർ ഹൈഡ് ദ ഗ്രിഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു ബ്ലാങ്ക് വർക്ക് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ള പോളിഗൺ എന്നുള്ളതിൽ റെഗുലർ പോളിഗൺ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെടുത്തു. നിങ്ങൾ 2 പ്രാവശ്യം ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എത്ര വേർട്ടിസൈസ് ആണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് 3 എന്ന് കൊടുക്കുന്നു. ഓക്കെ പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ടെക്സ്റ്റിൽ തന്നതുപോലെ ഒരു ട്രയാങ്കിൾ അവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ടു ഡ്രോ എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇൻ ജിയോജിബ്ര. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ 2 പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് ഇനി ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് വീണ്ടും ജിയോജിബ്ര എടുത്തിട്ട് ഇവിടെ 4ാമത്തതിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് സൈഡിലാണോ വേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലുമാണ് നമുക്ക് ടെക്സ്റ്റിൽ വന്ന് അവിടെയും കൂടി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ 2 ലൈൻ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ഇൻ്റർസെക്റ്റ് പോയിൻ്റാണ് വേണ്ടത്. ഇത് ഈ 2 ലൈനും കണക്ട് ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ് നമുക്ക് വേണ്ടത്. ആ ജോയിൻറ്റ് പോയിൻ്റാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ നിന്ന് 2ാമത്തതിൽ ഇൻ്റർസെക്റ്റ് എന്നുള്ളത് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് അപ്പോൾ അതൊന്ന് സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഈ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ 2 ലൈനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർസെക്റ്റ് പോയിൻ്റ് വന്നിട്ടുണ്ട്. ഇത്രയും ചെയ്തു. ഇനി നമുക്കിവിടെ ഒരു സർക്കിളാണ് ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ ആ സർക്കിൾ passes through 3 vertices of a triangle is called സർക്കിൾ എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സർക്കിൾ ഇവിടെ ഡ്രോ ചെയ്യാം. അതിനായിട്ട് പറഞ്ഞിരിക്കുന്നത് സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിൻ്റ്. അപ്പോൾ ഈ ഒരു ലൈനിലൂടെയാണ് നമ്മൾ ഈ ഒരു പോയിൻറ്റിലൂടെയാണ് ഡ്രോ ചെയ്യുക. കൃത്യമായിട്ട് ഈ 3 പോയിൻറ്റിലൂടെയും കടന്നു പോകുന്ന രീതിയിൽ നമുക്കിത് ഡ്രോ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഈ 2 ലൈനിനെ ഈ ബൈസെക്ടറെ നമുക്ക് ഹൈഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇഫ് യു വാണ്ട് ടു ഹൈഡ് ഓർ എക്സാമിന് ഇത് തന്നിട്ടുണ്ട്. ഇവിടെ ഹൈഡിങ് ദ ഒബ്ജക്റ്റ് എങ്ങനെയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ ഒന്ന് ഹൈഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു മൂവ് ടൂൾ സെലക്ട് ചെയ്തു. ഇതിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ലൈനെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. റൈറ്റ് ക്ലിക്കിൽ ഷോ ഓർ ഹൈഡ് ഒബ്ജക്റ്റ് എന്നുള്ളതിന് ടിക്ക് ഒഴിവാക്കുക. അതേപോലെ തന്നെ ഇതിലൊന്ന് സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ ഷോ ഒബ്ജക്റ്റ് എന്നുള്ള ടിക്ക് ഒഴിവാക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ എല്ലാം മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ട് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് ഇവിടെയുള്ള 2ാമത്തെ ടൂളിൽ മിഡ് പോയിൻ്റ് ഓർ സെൻറ്റർ. ജസ്റ്റ് ഈ ഒരു സൈഡിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ മിഡ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഇതിൻ്റെ മിഡ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിഡ് പോയിൻറ്റിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കിളാണ് ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് പറഞ്ഞിരിക്കുന്നത് സർക്കിൾ ത്രൂ 3 പോയിൻറ്റ്സ് ടൂൾ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെയുള്ള സർക്കിൾ എന്നുള്ളത് എടുത്തു. അതിൽ സർക്കിൾ ത്രൂ 3 പോയിൻറ്റ്സ് എന്നുള്ള കൊടുത്തു. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ ഈ ഒരു സർക്കിൾ ഈ ഒരു 3 പോയിൻറ്റിനെ കണക്ട് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇവിടെ ഡ്രോ ചെയ്യാം. ഈ ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്തു. ഈ ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പോയിൻറ്റും ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ 3 പോയിൻറ്റിനെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. അടുത്തത് വീണ്ടും നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ അടുത്തത് വീണ്ടും ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തു. ഇതിൽ ക്ലിക്ക് ചെയ്തു. അതേപോലെ ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്കിളും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പറയുന്ന ട്രയാങ്കിളിനെ ഇവിടുന്ന് ഒഴിവാക്കണം.
നമുക്കിങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ കളറും കൊടുത്തിട്ട് ഈ ട്രയാങ്കിളിനെ ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആ ട്രയാങ്കിളിനെ ഒന്ന് ഒഴിവാക്കാം. അപ്പോൾ അതിനായിട്ട് മൂവ് ടൂളിലെടുത്തു ഈ ട്രയാങ്കിൾ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യാം. റൈറ്റ് ക്ലിക്കിൽ ഷോ ഒബ്ജക്റ്റ് എന്നുള്ളത് ഒഴിവാക്കുക. ഇനി നമുക്കിതിൻ്റെ അകത്ത് കളറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങളിവിടെ നോക്കിയാൽ കളർന്ന് കാണാം. ആ കളർ എന്നുള്ളത് എടുത്തു. ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കളർ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ ഈ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. കളർ കൊടുത്തത് ഉള്ളിൽ ഫില്ലായിട്ട് വരണം. ഫില്ലായിട്ട് വരണമെങ്കിൽ ഇവിടെ നിങ്ങൾ താഴെ നോക്കിയാൽ ഒപ്പാസിറ്റി എന്നുള്ളത് 0 ആണ്. അതൊന്ന് ജസ്റ്റ് നമ്മളിവിടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഒരു 75 വരെ കൊടുത്തു. ഇനി നെക്സ്റ്റ് സർക്കിൾ സെലക്ട് ചെയ്യാണ്. അതേ അടുത്ത സർക്കിൾ സെലക്ട് ചെയ്ത് അവിടെയും ഇതേ കളർ കൊടുക്കുന്നു. ഇതേപോലെ തന്നെ ഒപ്പാസിറ്റി ഒന്ന് ഇത്രയായിട്ട് കൊടുത്തു. ഇനി അടുത്തത് വീണ്ടും നെക്സ്റ്റ് സർക്കിൾ സെലക്ട് ചെയ്യുക. അവിടെയും ഇതേപോലെ തന്നെ ഒരു 65. ഒക്കെ ടെക്സ്റ്റിൽ തന്നതുപോലെ ഒരു ഫിഗർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു. വേണമെങ്കിൽ പുറമേ ഉള്ളതിന് ഒരു ഗ്രീൻ കളറും കൊടുക്കാം. പുറമേ ഉള്ള സർക്കിളൊന്ന് സെലക്ട് ചെയ്തു. ഇവിടെ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രീൻ കളറും അതിന് കൊടുക്കാം. അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്ന് കൊടുക്കുന്നു. ഇവിടെ സ്റ്റുഡൻസ് വർക്ക്സ് 8 എടുക്കുന്നു. അതിൽ എന്തെങ്കിലും സർക്കിളിനോ എന്തെങ്കിലും നെയിം കൊടുത്തിട്ട് ഇതിനെ സേവ് ചെയ്യുന്നു. ഇനി നമുക്കൊരു ന്യൂ എടുക്കാം. ഇനി നെക്സ്റ്റ് ടു ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സ്പെസിഫിക് ആംഗിൾ മെഷേഴ്സ് എന്നുള്ള നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ യൂസ് ആംഗിൾ വിത്ത് ഗീവൺ സൈസ് ടൂൾ കൊടുത്തിട്ട് 40 ഡിഗ്രി കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ആംഗിൾ വിത്ത് ഗീവൺ സൈസ് കൊടുത്തു. ഇവിടെ 2 പോയിൻ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആംഗിൾ എന്നുള്ളത് 40 അല്ലെങ്കിൽ 40 ഡിഗ്രി എന്നിവിടെ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ 40 ഡിഗ്രി ആക്കണം. ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. നമുക്കിത് ഈ 3 പോയിൻറ്റിനെ തമ്മിലൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് പോളിഗൺ ടൂൾ എടുത്തു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മളോട് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡൈനാമിക് ട്രയാങ്കിൾ എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ലൈഡർ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ട്രയാങ്കിൾ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് തന്നെ ഒരു ആംഗിൾ സ്ലൈഡറാണ് വേണ്ടത്. നെക്സ്റ്റ് ടു കൺട്രോൾ ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ യൂസിങ് എ സ്ലൈഡർ ഇൻ ജിയോജിബ്ര. അപ്പോൾ ഒരു ആംഗിൾ സ്ലൈഡറാണ് ആദ്യം തയ്യാറാക്കാൻ പറഞ്ഞത്. നമുക്കൊരു സ്ലൈഡർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ സ്ലൈഡർ എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ജസ്റ്റ് ഇവിടെ നമ്മൾ എവിടെയെങ്കിലും ഒരു ബ്ലാങ്ക് സ്പേസിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു സ്ലൈഡറിൻ്റെ വിൻഡോ വരുന്നുണ്ട്. ഇവിടെ നമ്മളോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ സ്ലൈഡറാണ്. ആംഗിൾ സ്ലൈഡർ സെലക്ട് ചെയ്തു. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആംഗിൾ സ്ലൈഡറിൽ മിനിമം 5 ഡിഗ്രി അതേപോലെ തന്നെ മാക്സിമം 175 ഇൻക്രിമെൻറ്റ് 5 ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ കൊടുക്കുക. അപ്പോൾ ഇവിടെ മിനിമം എന്നുള്ളതെടുത്ത് 5 എന്ന് കൊടുക്കുക. അടുത്തത് മാക്സിമം എന്നുള്ളിടത്ത് 175 എന്ന് കൊടുത്തു. ഇവിടെ ഇൻക്രിമെൻ്റ് എന്നുള്ളിടത്ത് 5 ആണ് കൊടുക്കാൻ പറഞ്ഞത്. 5 ഡിഗ്രി കൊടുത്തു. ഓക്കെ പ്രസ് ചെയ്തു. അപ്പം അവിടെ ഒരു സ്ലൈഡർ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളൊരു കൺസ്ട്രക്റ്റിംഗ് ദ ട്രയാങ്കിളാണ്. അപ്പോൾ അവിടെ നമ്മൾ എടുക്കേണ്ടത് സെലക്ട് ആംഗിൾ വിത്ത് ഗിവൺ സൈസാണ്. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ആംഗിൾ വിത്ത് ഗിവൺ സൈസ് കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആംഗിൾ എന്നുള്ളിടത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന സ്ലൈഡറിൻ്റെ നെയിം ആൽഫ എന്നാണ്. ആൽഫ എന്ന് സെലക്ട് ചെയ്തു ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഉള്ളത് 45 ഡിഗ്രിയാണ്. ആ 45 ഡിഗ്രിയിലുള്ള ഒരു ട്രയാങ്കിളാണ് വന്നിരിക്കുന്നത്. നമുക്കിതിനെ ഒന്ന് ജോയിൻ ചെയ്യിക്കാം. അതിനായിട്ട് പോളിഗൺ ടൂൾ എടുത്തു. ഇപ്പോൾ പോളിഗൺ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെയുള്ള ഈ ഒരു സ്ലൈഡർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെയുള്ള ആംഗിൾ സൈസ് മാറുന്ന ഇവിടെയുള്ള ആംഗിളിൻ്റെ ഇത് മാറുന്ന കാണാം. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് കാണാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ആംഗിൾ കിട്ടാനാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ആംഗിൾ എന്നുള്ളത് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ ആംഗിൾ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാനാണ്.
അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മിഡ് പോയിൻ്റ് ഓർ സെൻറ്റർ എന്നുള്ളത് എടുക്കാം. അപ്പോൾ അതിനായിട്ട് അടുത്തതായിട്ട് ഇവിടെ രണ്ടാമത്തെ ടൂൾസിൽ മിഡ് പോയിൻ്റ് എന്നുള്ളത് എടുത്തു. ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ മിഡ് പോയിൻ്റ് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളോട് ഇവിടെ ഒരു സർക്കിൾ ഡ്രോ ചെയ്യാനാണ് പറഞ്ഞത്. അതിനായിട്ട് ഇവിടെ സർക്കിൾ ത്രൂ 3 പോയിൻറ്റ്സ് എന്നുള്ളത് എടുക്കുക. ഇവിടെ ജസ്റ്റ് നമ്മളിവിടെ 3 പോയിൻറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ സർക്കിൾ ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ തയ്യാറാക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ഒരു സ്ലൈഡറും കൂടി നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെയുള്ള ഒരു ആംഗിൾ സ്ലൈഡർ മിനിമം 0 ഡിഗ്രി മാക്സിമം 360 എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ നിന്ന് സ്ലൈഡർ എടുക്കുന്നു. വീണ്ടും ഒരു സ്ലൈഡറും കൂടി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ നെയിം ആംഗിൾ എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ബീറ്റ എന്നുള്ള നെയിമിലാണ് വന്നിരിക്കുന്നത്. ബീറ്റ എന്നുള്ള നെയിമായിട്ടുണ്ട്. മിനിമം 0 ഡിഗ്രിയാണ്, മാക്സിമം 360 ആണ്. ഇൻക്രിമെൻറ്റ് 5 എന്നുള്ളത് കൊടുക്കുക. ഓക്കെ പ്രസ് ചെയ്തു. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന റൊട്ടേറ്റ് അറൗണ്ട് ടൂൾ എടുക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ റൊട്ടേറ്റ് അറൗണ്ട് ടൂൾ എടുത്തു. പറഞ്ഞിരിക്കുന്നത് സർക്കിളിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യാനാണ്. ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഏതെങ്കിലും ഒരു കോഡിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ ജസ്റ്റ് ഈ ഒരു കോഡിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആംഗിൾ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയുള്ള നെയിം ബീറ്റയാണ്. ബീറ്റ എന്ന് കൊടുക്കുക. ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കൊടുക്കേണ്ടത് ഇതിൻ്റെ ട്രേസ് സോൺ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ ട്രേസ് സോൺ എന്ന് കാണാം. അവിടെ ജസ്റ്റ് ടിക്ക് ചെയ്യുന്നു. ഇനി നമുക്കിതിൻ്റെ കളർ മാറ്റണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ വേറെ കളേഴ്സ് ഇവിടെ നിന്ന് എടുക്കാം. ഇനി നമുക്കിതിൻ്റെ ആനിമേഷൻ ഒന്ന് ഓൺ ചെയ്യാം. ഇവിടെ നിന്ന് ഈ ഒരു സ്ലൈഡറിൽ റൈറ്റ് ക്ലിക്കിൽ കൊടുക്കുന്നു. ആനിമേഷൻ ഓൺ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു പാറ്റേൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്കിൽ ആനിമേഷൻ ഓൺ എന്നുള്ള ടിക്ക് ഒഴിവാക്കിയാൽ മതി. ഇനി ഇത് സേവ് ചെയ്യണമെങ്കിൽ ഫയലിൽ സേവ് ആസ് എടുക്കുന്നു. ഹോം, ഇവിടെ ജസ്റ്റ് ഹോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഉള്ള സ്റ്റുഡൻസ് വർക്ക്സ് 8 എന്നുള്ളത് എടുക്കുക. ഇവിടെ പാറ്റേൺ എന്ന് കൊടുക്കണമെങ്കിൽ പാറ്റേൺ എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.